ഈ നിന്ദകളൊക്കെ സഹിച്ചപ്പോൾ ഹല്ലേലൂയ അവർ പിന്തിരിഞ്ഞു പോകാതെ വണ്ണം അവർ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് അവരെ സ്വർഗം മാനിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവരൊക്കെയും ആ 24 മൂപ്പന്മാരുടെ കൂട്ടത്തിൽ മറ്റുള്ളവരെ ന്യായം വിധിക്കുന്ന വലിയ പദവിയിലേക്ക് അവരെത്തുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നിന്ദകൾ കേൾക്കുമ്പോൾ നീ പെന്തക്കോസ്ത് ആയതുകൊണ്ട് എന്ത് വിശേഷം, എന്തുകൊണ്ട് നീ ഇങ്ങനെ ആയി എന്ന് ഉള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് പറയാൻ, കർത്താവേ ഹല്ലേലൂയ, നിന്റെ ദൈവം വിശ്വസ്ത നിമിത്തം നിന്റെ നാമത്തിന് എന്നെ മഹത്വം വരുമാറാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. അനേകർ കാലാകാലങ്ങളായി ഈ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് എത്രയോ ആൾക്കാർ, എത്രയോ ശിഷ്യന്മാർ ഹല്ലേലൂയ പല മൃഗങ്ങൾക്കും ഇരയായി തീരുവാനിടയായി തീർന്നു. പല രാജാക്കന്മാരുടെയും വാളുകൾ കൊണ്ട് വെട്ടി കൊല്ലപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ കഷ്ടതയും അതുപോലെ സിംഹങ്ങളുടെയും മറ്റും വിശന്നു നിൽക്കുന്ന സിംഹങ്ങളുടെ മുമ്പിലേക്ക് ഇവരെ വലിച്ചെറിയുവാനിടയായി തീർന്നു. ഇവരെ പിടിച്ചു കെട്ടി സ്റ്റേഡിയത്തിൻ്റെ 4 വശത്തും മെഴുക് പുരട്ടി ഇവരെ കത്തിക്കുവാൻ, ജീവനോടെ കത്തിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ തരത്തിലുള്ള മഹാദുഷ്ടത ഗർഭിണികളായ സ്ത്രീകളെ അവർ വയറ് പിളർന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് കൊന്നുകളയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഈ നാമനിമിത്തം അനുഭവിച്ച കഷ്ടതകൾ അനേകമാ. ഇത് പറഞ്ഞാൽ പോലും തീരുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ യേശു മുഖാന്തരം വരുന്ന ഒരു കഷ്ടതയ്ക്കും അത് നമുക്കത് ഗുണമായി മാത്രമേ തീരുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്കത് ഒരിക്കലും ദോഷമായി തീരുകയില്ല. ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദൈവം വിശ്വസ്ത നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുവാൻ ദൈവം സഹായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവദാസൻ തുടങ്ങിയത് ഞങ്ങൾക്കല്ല യഹോവയെ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വം വരുത്തണമേ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവനാമത്തിന് മഹത്വം വരുത്തുവാൻ ഇടയായി തീരണമെന്നുള്ളതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഉസ്മാനായ പൗലോസ് കുറിച്ചു വെച്ചു, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീനെന്ന്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ശുശ്രൂഷകളും ദൈവനാമ മഹത്വത്തിനായി തീരണം. അതിനായി നമുക്കൊരു പ്രാവശ്യമായി ഈ സന്ധ്യാസമയത്ത് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി സമയത്ത് ഞങ്ങൾക്ക് നൽകിയ